IAGC ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിന്റെ 2024-25 സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിച്ചു. മനഃശാസ്ത്ര മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം പ്രൊഫഷണലുകളുണ്ട്. സൈക്യാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, സൈക്യാട്രിക് നഴ്സസ്, സൈക്കോളജിക്കൽ കൗൺസിലേഴ്സ്, മെന്റേഴ്സ്, ട്രെയിനേഴ്സ്, ലൈഫ് കോച്ചസ് എന്നിങ്ങനെ പോയാൽ നല്ല കൃത്യമായ ട്രാക്ക് റെക്കോർഡുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെ ടീച്ചേഴ്സ്, ലെക്ചേഴ്സ്, അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെയുള്ള വലിയൊരു സമൂഹം ചെറിയൊരു വാക്കുകൊണ്ട് പോലും ജനങ്ങൾക്ക് പരിഹാരവും സമാധാനവും കൊടുക്കാൻ സാധിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ IAGCയിലെ മെമ്പേഴ്സാകാൻ യോഗ്യരാണ്. മെഡിക്കൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള വലിയൊരു സമൂഹം IAGCയിലുണ്ട്. IAGC ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് അന്താരാഷ്ട്ര തലത്തിൽ പോലും കൃത്യമായ വേരുകളുള്ള ഒരു പ്രൊഫഷണൽ അസോസിയേഷനാണ്. ഈ അസോസിയേഷൻ്റെ 2024-25 കാലഘട്ടത്തിലെ കൺവെൻഷനും സ്റ്റേറ്റ് കൺവെൻഷനും തിരഞ്ഞെടുപ്പുമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. സംസ്ഥാന കമ്മിറ്റി രൂപീകരണം നടന്നു. അതിൽ സംസ്ഥാന പ്രസിഡന്റായിട്ട് ബഹുമാന്യനായ PK രതീഷ് മാസ്റ്റർ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഐക്യകണ്ഠേന തിരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുന്നിൽ വരാനും സംസ്ഥാന പ്രസിഡന്റ് ആകാനും കാരണമായിട്ടുണ്ട്. അതോടൊപ്പം ജനറൽ സെക്രട്ടറിയായി സയ്യിദത്ത് ഷാദിയ തിരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായിട്ട് ഡോക്ടർ IG ഇല്യാസ്, മറ്റ് 3 ജോയിന്റ് സെക്രട്ടറിമാർ, അവർക്ക് ഓരോ സോണിൻ്റെ ചാർജാണ് നൽകിയിട്ടുള്ളത്. സൗത്ത് സോൺ, സെൻട്രൽ സോൺ, നോർത്ത് സോൺ 3 സോണിൻ്റെ ചാർജും അതോടൊപ്പം അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള അഡീഷണൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ഇന്ന് തിരഞ്ഞെടുക്കുകയുണ്ടായി. വിവിധ പദ്ധതികളുമായി കൊണ്ട് ഈ വർഷം ജനങ്ങളിലേക്ക് കാര്യമായി ഇറങ്ങിച്ചെല്ലണമെന്നാണ് IAGC ആഗ്രഹിക്കുന്നത്. പുതിയ പദ്ധതികളും അതിൻ്റെ വിശദീകരണങ്ങളും സംസ്ഥാന പ്രസിഡന്റ് വിശദീകരിക്കും. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് IAGCയുടെ ഈ വർഷത്തെ പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പ് ഇവിടെ നടന്നിരിക്കുകയാണ്. ഇനി IAGCയുടെ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഇന്ന് തന്നെ ഞങ്ങളൊരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. നമുക്കൊക്കെ അറിയാം, ഈ കുട്ടികളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഈ കണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി IAGC ഒരു പ്രൊജക്റ്റ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം, അതുപോലെ തന്നെ പല രീതിയിലുമുള്ള അവരുടെ മാനസികമായ സംഘർഷങ്ങൾ, ഇതൊക്കെ അവരുടെ കണ്ണിൻ്റെ ബലത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ IAGC ഈ കണ്ണിൻ്റെ സംരക്ഷണത്തിനായി സ്കൂളുകൾ തോറും ക്യാമ്പയിനും കുട്ടികൾക്ക് അതിനുവേണ്ട ചികിത്സയും അതിനുവേണ്ട ബോധവൽക്കരണവും രക്ഷിതാക്കൾക്കൊക്കെ കൊടുക്കുക എന്നുള്ളൊരു കാര്യമായ പ്രവർത്തനം തന്നെയാണ് ഏറ്റെടുക്കുന്നത്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്യുന്ന, അതായത് മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ, അവരുടെ ജീവിതത്തിന് പ്രചോദനമാകുന്ന ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനം പോലുള്ള സംഭവങ്ങൾ, മറ്റ് സേവന പ്രവർത്തനങ്ങൾ, ഇതിലേക്കൊക്കെ ഇനി മുതൽ IAGC ഇറങ്ങുകയാണ്. IAGCയിലെ ഓരോ അംഗത്തിനും ഈ ഒരു സംഘടനയിൽ അംഗമായതിൽ അഭിമാനിക്കാനുള്ള അവസരമുണ്ടാകും. IAGCയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വിപുലമായ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്.